ബിരിയാണി ബിരിയാണി ശാപ്പാട് ബിരിയാണി 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 ശാപ്പാട് ബിരിയാണി. ജനുവരി 1 മുതൽ ഈ കാഴ്ചയുണ്ടാകില്ല. റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലെ ലഘുഭക്ഷണശാലകളിലെ വിൽപ്പനക്കാർ തീവണ്ടികൾക്കരികിലെത്തി ഭക്ഷണം നൽകുന്നത് റെയിൽവേ നിരോധിച്ചതാണ് കാരണം. യാത്രക്കാർ ആവശ്യമെങ്കിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്ന് ഭക്ഷണം വാങ്ങി പോകണം. ഒരു സ്റ്റേഷനിൽ 5 മിനിറ്റ് പോലും നിർത്താത്ത സാഹചര്യത്തിൽ യാത്രക്കാരെയും ഈ തീരുമാനം വലയ്ക്കുമെന്ന് ഉറപ്പ്. ഇതിനു പുറമെ ഇതിനെ ആശ്രയിച്ച് കഴിയുന്ന വിൽപ്പനക്കാരുടെ ഉപജീവന മാർഗത്തെയും ഇല്ലാതാക്കും. ഇതുപോലെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോൾ യാത്രക്കാർ വരുമ്പോൾ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുന്നൊരു സ്ഥിതി വിശേഷം വരികയാണ്. ഇപ്പോൾ വയസ്സായ ആൾക്കാരൊക്കെ വന്ന് സ്റ്റാളിലൊക്കെ വന്ന് സാധനമായി തൂകുമ്പോൾ വീഴുക, അപകടങ്ങൾ ഉണ്ടാകുക, മരിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. കേരളത്തിലെ 2 ഡിവിഷനുകളിലായി 300 ലഘുഭക്ഷണ സ്റ്റാളുകളാണ് ഉള്ളത്. പുതിയ ഉത്തരവ് മൂലം 1200 പേരുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് CITU ആരോപിക്കുന്നു. കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിനാണ് റെയിൽവേ ഉത്തരവിറക്കിയതെന്നും നേതാക്കൾ പറയുന്നു. വൻകിട സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക, ചെറുകിട സ്ഥാപനങ്ങളെ പരമാവധി കുറയ്ക്കുക, തൊഴിലാളികളുടെ എണ്ണം കുറച്ച് സേവന മേഖല എന്ന ആ അവസ്ഥയിൽ നിന്നും റെയിൽവേ ഘട്ടം ഘട്ടമായി ലാഭകരമാക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ വെൻഡിംഗ് നിരോധനം നടപ്പിലാക്കിയത്. പ്രതിവർഷം ലക്ഷക്കണക്കിന് രൂപ വാടക നൽകി നടത്തുന്ന സ്റ്റാളുകളുടെ തകർച്ചയ്ക്ക് പുതിയ തീരുമാനം കാരണമാകുമെന്നും ഇതിനെതിരെ ശക്തമായ സമരം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. റിപ്പോർട്ടർ, പാലക്കാട്.